ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ. അഖില ഗുരു ഭഗവൻ നമസ്തേ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 46-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. യാവാനർത്ഥബുധപാനേ സർവതാ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പൊട്ടക്കുളത്തിൽ എത്രമാത്രം പ്രയോജനം നേടാമോ, എങ്ങും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ജലാശയത്തിൽ ആ പ്രയോജനമൊക്കെ അന്തർഭവിക്കുന്നു. സത്യം വേർതിരിച്ചനുഭവിക്കുന്ന ബ്രഹ്മനിഷ്ഠന് എല്ലാ വേദങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം അതുപോലെ തൻ്റെ ബ്രഹ്മനിഷ്ഠയിൽ അന്തർഭവിക്കുന്നു എന്ന് കാണേണ്ടതാണ്. ചെറിയ ജലാശയങ്ങളായ കിണർ, പൊട്ടക്കുളം തുടങ്ങിയവയിൽ പരിമിതമായ പ്രയോജനമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ജലാശയങ്ങളിൽ അപരിമിതങ്ങളായ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന വലിയ ജലാശയങ്ങളുടെ ദാനഫലമാണ് കിണർ, പൊട്ടക്കുളം തുടങ്ങിയവ. ഇതുപോലെ ബ്രഹ്മാനന്ദത്തിന്റെ വെറും തുള്ളികൾ മാത്രമാണ് കർമ്മം ചെയ്ത് ലഭിക്കുന്ന ലൗകിക സുഖങ്ങൾ. അങ്ങനെയാകുമ്പോൾ ബ്രഹ്മനിഷ്ഠന്റെ ബ്രഹ്മസ്ഥാനത്തിൽ അവയെല്ലാം അടങ്ങുന്നതായി കാണാം. അതുകൊണ്ട് സുഖമാണ് ജീവിത ലക്ഷ്യമെങ്കിൽ നേടേണ്ടത് കർമ്മസുഖമല്ല, മറിച്ച് ബ്രഹ്മസുഖമെന്നാണ് ഭഗവാന്റെ വിവക്ഷ. അതുകൊണ്ടാണ് അർജുനനോട് ആത്മാവായി തീരാൻ കൃഷ്ണൻ ആവശ്യപ്പെടുന്നത്. നമസ്തേ. 47-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരും. നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ